ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ന്യൂ കോഴ്സ്. നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെന്തുകൊണ്ടാണ് ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഒരുപക്ഷെ നിങ്ങളുടെ പാർട്ട്ണർ ഒരുപാട് നിങ്ങളടുത്ത് ക്ലോസ് ആയി ഇൻറ്റിമേറ്റ് ആയി വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറച്ച് സ്പേസ് വേണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അതുപോലെ തന്നെ ഒരുപക്ഷെ നിങ്ങളുടെ പാർട്ട്ണർ ജസ്റ്റ് ഒന്ന് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ ഭയങ്കര ആങ്ഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ടോ? ഇതിനെല്ലാം ഉള്ള മറുപടി നമ്മൾ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുന്നതിലൂടെ ലഭിക്കും. ചില്ലറ കാര്യമല്ല, ഒരുപാട് വൻ പ്രശ്നങ്ങളും പല പല ബ്രേക്കപ്പുകളും ഉണ്ടായിട്ടുള്ളതും വലിയ ഡിവോഴ്സുകൾ എത്തിയിട്ടുള്ളതും ഒക്കെ ഈ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽസ് കാരണമാണ്. സോ ആദ്യം മുതൽ അവസാനം വരെ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അറ്റാച്ച്മെൻറ്റ് തിയറി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുട്ടിക്കാലത്ത് കെയർ ഗിവേഴ്സുമായിട്ട് നമ്മൾ എങ്ങനെയാണ് ബോണ്ട് ഫോം ചെയ്യുന്നത്, അതേപോലെ ആയിരിക്കും നമ്മൾ അഡൽട്ട് ആകുമ്പോഴത്തേക്കും മറ്റുള്ളവരുമായിട്ട് നമ്മൾ ബോണ്ട് ഫോം ചെയ്യുന്നത്. ടോട്ടൽ 4 അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽസ് ഉള്ളതിൽ ആദ്യത്തേത് സെക്യൂർ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലാണ്. അതായത് അവർക്ക് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മടിയൊന്നും ഉണ്ടാവില്ല. ട്രസ്റ്റിംഗ് ആയിരിക്കും, ഇമോഷണലി അവൈലബിൾ ആയിരിക്കും. മാത്രമല്ല, അവരിപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുവാണെങ്കിലും ഒരുപക്ഷെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുവാണെങ്കിലും ഒക്കെ അവർ ഓക്കെ ആയിരിക്കും. ക്ലിയർ ആയിട്ട് ബൗണ്ടറീസ് സെറ്റ് ചെയ്യാനും നല്ലപോലെ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാമായിരിക്കും. അവർക്ക് എങ്ങനെ ഈ സെക്യൂർ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ കുട്ടിക്കാലത്ത് കെയർ ഗിവേഴ്സ് അവർക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് അഫക്ഷനും കെയറും ഒക്കെ കൊടുത്തത് കൊണ്ട് ഡെവലപ്പ് ചെയ്തതാണ് ഈ സെക്യൂർ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ തിരിച്ച് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് കുറച്ചധികം സമയം എടുത്തു എന്നിരിക്കട്ടെ, ആ സമയത്ത് കാം ആൻഡ് ക്വയറ്റായിട്ട് ഇരിക്കുന്നവരാണ് ഈ സെക്യൂർ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുള്ളവർ. കാരണം അവർ ആ റിലേഷൻഷിപ്പിനെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലാണ് ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ പാർട്ട്ണർ ഇവരെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് കോൺസ്റ്റൻ്റ് ആയിട്ട് വെറി ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്കൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള റീഅഷുറൻസിൻ്റെ ആവശ്യകതയുണ്ട്. ഒരുപക്ഷെ ഇവർ ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ ഭയങ്കര ക്ലിഞ്ചി ആയിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര ഇൻസെക്യൂർ ആയിരിക്കും. ഇങ്ങനൊരു ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റ് അവർക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള കാരണം, കുട്ടിക്കാലത്ത് മീൻസ് കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത് ഇവരുടെ കെയർ ഗിവേഴ്സ് ഇവർക്ക് നൽകിയ ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള അഫെക്ഷൻ കൊണ്ട് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ലവ് എന്ന് പറയുമ്പോഴത്തേക്കും വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ട് തോന്നും. പാർട്ട്ണറിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അറ്റൻഷനിൽ ചെറിയൊരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ തന്നെ ഇവർ ഓവറായിട്ട് റിയാക്ട് ചെയ്യും. ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളൊരു ഓക്കെ എന്നൊരു ടെക്സ്റ്റ് അയച്ചാലും അതും ചിലപ്പോൾ അവർ ഓവർത്തിക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം. സോ നമുക്കറിയാം, ഒരിക്കലും ഇവരുടെ ഒരു മിസ്റ്റേക്ക് കൊണ്ടല്ല ഈ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽസ് ഒക്കെ ഒന്നും ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പോൾ ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിൻ്റെ അവസ്ഥ എന്താണ്, എന്തൊക്കെയാണ് അവർ ഫേസ് ചെയ്യുന്ന വിഷയങ്ങളെന്ന് നമുക്ക് മനസ്സിലായി. സോ അവരെ ട്രീറ്റ് ചെയ്യുമ്പോൾ കുറച്ച് എമ്പതറ്റിക് ആയിട്ട് അവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചുകൊണ്ട് ട്രീറ്റ് ചെയ്യുക. കാരണം അവർക്ക് ആകെ വേണ്ട കാര്യം ഒരു റീഅഷുറൻസ് ആണ്. നിങ്ങൾ അവരെ സ്നേഹിക്കുന്നുണ്ട് എന്നൊരു ഉറപ്പാണ് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് വേണ്ടി വരിക. അപ്പോൾ ഒരു വേർഡ്സ് ഓഫ് അഫർമേഷൻ വഴിയോ എന്തെങ്കിലും ഒരു കൈൻഡ്നെസ്സോ ഒരു ആക്ട് വഴി നിങ്ങൾ ജസ്റ്റ് ഒന്ന് അവർക്ക് റീഅഷുറൻസ് കൊടുക്കുക. അതാണ് ഏറ്റവും എളുപ്പം ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുള്ള ഒരാളുമായിട്ട് റിലേഷൻഷിപ്പ് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ അവർക്കിങ്ങനെ ഇടയ്ക്ക് അഷുറൻസ് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ ആണ്, നിങ്ങൾ അവരുടെ കൂടെ ഉണ്ട് എന്നൊരു ഫീൽ അവർക്ക് കൊടുക്കുകയാണ്. അടുത്തൊരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലാണ് അവോയ്ഡൻ്റ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ. ഇവർ ഇൻഡിപെൻഡൻസിനാണ് കൂടുതലും, അതായത് ക്ലോസ്നെസ്സിനും ഉപരി ഇൻഡിപെൻഡൻസിനാണ് അവർ വാല്യൂ കൂടുതൽ കൊടുക്കുന്നത്. ഇൻറ്റിമസി ആയിട്ട് അവർ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും. മാത്രമല്ല, ഇച്ചിരി ഇമോഷണൽ ആയിട്ടുള്ള കോൺവെർസേഷനൊക്കെ വരുമ്പോഴത്തേക്ക് അവരപ്പം തന്നെ ഷട്ട് ഡൗൺ ചെയ്യും. അപ്പോൾ ഇങ്ങനൊരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ അവർക്ക് ഫോം ചെയ്യാനുള്ള മെയിൻ കാരണം പാരൻറ്റിങ് എന്ന് പറയുന്നത് ഇമോഷണലി ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള പാരൻറ്റിങ് അവർക്ക് കിട്ടിയത് കൊണ്ടാണ്. സ്വാഭാവികമായിട്ടും അവർ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നല്ലതിനല്ല എന്ന ഒരു കാര്യമായിരിക്കും അവർ ചൈൽഡ്ഹുഡിൽ നിന്ന് ലേൺ ചെയ്തിട്ടുണ്ടാവുക. അവോയ്ഡൻ്റ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിൻ്റെ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പോൾ ഈ ഒരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുള്ള ആൾക്കാരായിരിക്കും ഗോസ്റ്റ് ചെയ്യുന്നത്. ഇമോഷണലി കാര്യങ്ങൾ കുറച്ച് സീരിയസ് ആയി വരുവാണെന്ന് ഫീൽ ചെയ്യുമ്പോഴത്തേക്കും അവർ കൊണ്ട് വിഡ്രോ ചെയ്യും. ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലാണ് ഫിയർഫുൾ അവോയ്ഡൻ്റ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ലവ് വേണം, ലവിന് വേണ്ടി അവർ ക്രേവ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഹർട്ടാവുമെന്ന് പേടിച്ചിട്ട് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുകയും ചെയ്യും. ഒരു റിലേഷൻഷിപ്പിൽ അവർ ഇവരുടെ പാർട്ട്ണറിനെ പുഷ് ചെയ്ത് കളയുകയും ചെയ്യും, അവരായിട്ട് പുൾ ബാക്ക് ചെയ്യുകയും ചെയ്യും. ഇവിടെ മിക്കവാറും അവർ ഏർലി ലൈഫിൽ എപ്പോഴെങ്കിലും അബ്യൂസോ ട്രോമയോ ഒക്കെ നേരിട്ടിട്ടുണ്ടാവണം. അവരുള്ളിൽ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാകും. കാരണം അവർക്ക് കണക്ഷൻ വേണം താനും, എന്നാൽ ഹർട്ടാവുന്നുള്ള പേടിയും കാണും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അവർ ഭയങ്കരമായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടാവും, അതേസമയം പേടി കാരണം, ഹർട്ടാവുന്നുള്ള പേടി കാരണം അവർ ആ റിലേഷൻഷിപ്പ് നശിപ്പിച്ച് കളയുകയും ചെയ്യും. ഈ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽസ് ചേഞ്ച് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ട് സാധിക്കും. അതിന് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെൽഫ് അവയർനെസ് ആണ്. ഇങ്ങനെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽസ് ഉണ്ട്, എന്തുകൊണ്ടാണ് ഈ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽസ് ഫോം ചെയ്തത് എന്നൊക്കെ നമ്മൾ ഇത്രയും പറഞ്ഞു. അപ്പം ഈ ഒരു അവയർനെസ് തന്നെയാണ് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് വേണ്ടത്. അടുത്തെന്ന് പറഞ്ഞാൽ തെറാപ്പി എടുക്കാം. മെയിനായിട്ട് ഇന്നർ ചൈൽഡ് ഹീലിങ്ങും ട്രോമ ഫോക്കസ്ഡ് തെറാപ്പിയൊക്കെ ആണെങ്കിൽ യൂസ്ഫുൾ ആയിരിക്കും.
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഇമോഷൻസിനെ മാനേജ് ചെയ്യാൻ പഠിക്കുക, ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളത്. അതത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ചെറിയ ചെറിയ സ്റ്റെപ്സ് വഴി, അതായത് ഇപ്പോൾ മെഡിറ്റേഷനും മൈൻഡ്ഫുൾനെസ്സും യോഗയൊക്കെ വഴി നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പഠിക്കുക. അതിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ തന്നെ എഫേർട്ട് എടുത്താലേ അത് സാധ്യമാകത്തുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഹെൽത്തിയും സേഫ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരാളിപ്പോൾ ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലും ഒരാൾ അവോയ്ഡൻറ്റ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലും ആണെങ്കിൽ വലിയൊരു പ്രശ്നമാണ് അവിടെ ഉണ്ടാകാൻ പോകുന്നത്. എന്താണ് സംഭവം എന്ന് പോലും ക്ലിയർ ആവാൻ മുന്നേ ചിലപ്പോൾ ഒരു ബ്രേക്കപ്പോ ഡിവോഴ്സോ ഒക്കെ ഉണ്ടായി എന്ന് വരാം. സോ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ ഉറപ്പായിട്ടൊരു കൗൺസിലറിനെയോ സൈക്കോളജിസ്റ്റിനെയോ ഒക്കെ പോയി ഒന്ന് കാണുക. അപ്പോൾ അവർ നിങ്ങൾ തമ്മിലുള്ള അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽസ് ചെക്ക് ചെയ്തിട്ട് ഇതാണ് പ്രശ്നം എന്ന് പറഞ്ഞു തരും. എന്നിട്ട് നിങ്ങൾക്ക് ആ ബന്ധം കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ രണ്ടുപേരും കൺസിസ്റ്റൻ്റ് ആയിട്ട് എഫേർട്ട് എടുക്കേണ്ടി വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇമോഷണൽ റീപാരൻറ്റിങ് പ്രാക്ടീസ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഏർലി ലൈഫിൽ കിട്ടാതെ പോയ ലവും കൺസിസ്റ്റൻസിയൊക്കെ നിങ്ങൾക്ക് തന്നെ സ്വയമേ നിങ്ങളോട് കാണിക്കാം എന്നുള്ളതാണ്. അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽസ് തിരിച്ചറിയുക എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ റിയലൈസ് ചെയ്യുന്നതിലൂടെ അവിടെ ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യുവാണ്. സോ നിങ്ങൾ ഇതുവരെയുള്ള നിങ്ങളുടെ ലൈഫിൽ സർവൈവ് ചെയ്യുന്ന ഒരു രീതി കൂടിയാണ് ഈ ഒരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു തെറാപ്പി എടുക്കുന്നതിലൂടെയോ സെൽഫ് അവയർനെസ്സിലൂടെയൊക്കെ നിങ്ങൾക്കത് ഓവർകം ചെയ്യാൻ കഴിയുന്നതേ ഉള്ളൂ. സോ ഇന്ന് നമ്മൾ റിലേഷൻഷിപ്പും അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി. എന്താണ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ, ഏതൊക്കെ തരമുണ്ട് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ, എന്തുകൊണ്ടാണ് ഈ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ നമുക്ക് ഫോം ചെയ്തത് എന്നൊക്കെ നല്ലൊരു അവയർനെസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.